തന്നെയൊക്കെ ഒരു കാര്യം ഏൽപ്പിച്ച അക്കൗണ്ടിലേക്ക് പൈസ എന്ന് പറയുന്നല്ലാതെ ഏൽപ്പിച്ച ജോലി മര്യാദക്ക് ചെയ്യാൻ അറിയില്ല അല്ലേ? സാറേ, എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. അതും എന്റെ ജീവൻ പണയം വെച്ചാ ഞാൻ ചെയ്തത്. ആദ്യം ആ കൊച്ചു ഇരിക്കുമെന്ന് പറഞ്ഞ സീറ്റില് ഞാൻ ബോംബ് വെച്ചു. ആ കൊച്ച് സീറ്റ് മാറിയിരുന്നപ്പോ അത് അഴിച്ചു മാറ്റി വേറെ സ്ഥലത്ത് കൊണ്ടുവച്ചു. ഇത് പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ തേങ്ങയും മാങ്ങയൊന്നും അല്ലല്ലോ, ബോംബല്ലേ. പൊട്ടിപ്പോയാ ഞാനും ചാവൂലേ? ശരി, സമ്മതിച്ചു. താനത് ഫിറ്റ് ചെയ്തു. എന്നിട്ട് ബോംബിനെന്താ സംഭവിച്ചേ? അത് പൊട്ടിയോ? ബസ് സ്പീഡ് പറഞ്ഞാൽ പൊട്ടും, ബ്രേക്ക് ചെയ്ത പൊട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് അത് എപ്പോഴാണ് പൊട്ടിയത്? അതെന്താ സംഭവിച്ചെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായില്ല സാറേ. ബസ് നിന്നിട്ടും ബോംബ് പൊട്ടിയില്ല. ബോംബ് പൊട്ടി, പക്ഷെ അത് ബസ്സിലല്ല, ദൂരെ വേറെ എവിടെയോ. അതെങ്ങനെ ബോംബ് മറ്റൊരു സ്ഥലത്ത് പൊട്ടിയത്? അത് അറിയില്ല സാർ. എന്ത് ചോദിച്ചാലും അറിയില്ല എന്ന് പറഞ്ഞാ എളുപ്പമുണ്ടല്ലോ. സത്യമായിട്ടും എനിക്കറിയില്ല സാറേ. ഞാനത് ബസ്സിനിടയിൽ സാറ് പറഞ്ഞതുപോലെ ഫിറ്റ് ചെയ്തതാ. പിന്നെ എന്താ സംഭവിച്ചെന്നോ എനിക്ക് ഒരു പിടിയില്ല സാറേ. ചിലപ്പോ ബസ്സില് ദൈവം കയറി കാണും, അല്ലെങ്കിൽ ആ കുട്ടികൾ എങ്ങനെ രക്ഷപ്പെടാനാ? ആ കുട്ടികള് ദൈവത്തിന് പ്രിയപ്പെട്ടവരാ സാറേ. അത്രയും കുട്ടികൾ ഒന്നിച്ച് വിളിച്ചപ്പോ ദൈവം അദൃശ്യനായിട്ട് വന്ന് അവരെ എല്ലാവരെയും രക്ഷപ്പെടുത്തിയതാണെങ്കിലോ? താനത് പോടോ. എന്ന് വെച്ചാൽ ദൈവം ഇപ്പോ ബോംബ് സ്കൂളിലല്ലേ ജോലി ചെയ്യുന്നേ? മനുഷ്യൻ വെക്കുന്ന ബോംബല്ലേ എടുത്തു മാറ്റലല്ലേ ദൈവത്തിന്റെ പണി? സാറേ, മാറ്റേണ്ടതൊക്കെ ദൈവം കൃത്യസമയത്ത് മാറ്റും. അല്ലാതെ പൊട്ടുന്നതിനൊക്കെ എന്തെങ്കിലും കാരണം ഉണ്ടാവും. അതൊന്നും മനസ്സിലാക്കാനും തിരിച്ചറിയാനുള്ള വിവരമൊന്നും നമുക്കില്ല. ഏൽപ്പിച്ച ജോലി മര്യാദയ്ക്ക് ചെയ്യാതെ വന്നിട്ട് എന്റെ മുമ്പിൽ നിന്ന് പ്രഭാഷണം നടത്തിയാലുണ്ടല്ലോ അടിച്ചിട്ട് പല്ലിയാൻ താഴെ ഇടും. സാറേ, ഞാനൊന്നും വെറുതെ തർക്കിക്കാൻ വേണ്ടി പറഞ്ഞല്ല. നമുക്ക് വിശദീകരിക്കാൻ പറ്റാത്ത എന്തോ ഒന്ന് അവിടെ സംഭവിച്ചിട്ടുണ്ട്. അതാണ് ഇങ്ങനെയൊക്കെ നടന്നത്. എങ്കിൽ ദൈവമായിരിക്കില്ല, വല്ല ഭൂതോ പ്രേതോ പിശാചോ ആയിരിക്കും ബസ്സിൽ കയറിയത്. അയ്യോ, അതെന്താ സാറേ? എനിക്കറിയോ, എല്ലാം അറിയാമോ നിനക്കല്ലേ? അതിൽ നിന്ന് ഗംഗ രക്ഷപ്പെട്ടതുകൊണ്ടും അവക്കൊരു പോറലോലും ഏൽക്കാതിരുന്നതുകൊണ്ടും മാത്രമാ നിന്നെ ഞാൻ വെറുതെ വിടുന്നേ. അവക്കെന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലേ നിന്റെ ദേഹത്ത് ബോംബ് കെട്ടിവെച്ച് ഞാൻ പൊട്ടിച്ചാനെ. എന്റെ സാറേ, സാറിന് ഇപ്പൊ ബോംബ് പൊട്ടിയതാണോ നല്ലത് അതോ പൊട്ടാതിരുന്നതാണോ നല്ലത്? എനിക്ക് ആ മാളൂനെ തീർക്കണമായിരുന്നു, അതായിരുന്നു ലക്ഷ്യം. അതിനുവേണ്ടിയാ ഈ പെടാപ്പാടെല്ലാം പെട്ടത്. അപ്പോ ഗംഗയ്ക്കൊന്നും സംഭവിക്കരുതെന്ന് സാറ് പറഞ്ഞതോ? എടോ, അവളാടോ എന്റെ തുറുപ്പ് ചീട്ട്. അവക്ക് എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ ഞാൻ എന്തിനാടോ ഈ പണിയെടുക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല സാറേ. ഇപ്പൊ ആ കൊച്ചു തീർന്ന സാറിന്റെ പ്രശ്നം തീരില്ലേ? തീരും. ആ കുരുട്ടിനെ പൊട്ടിക്കാൻ എന്തിനാ ഇത്രയും വലിയ ബോംബൊക്കെ? ചെറിയൊരു പടക്കം വെച്ച് പൊട്ടിച്ചാ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. എങ്കിൽ താൻ ചെല്ല്, അവളങ്ങ് തീർത്തുക, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. അയ്യോ സാറേ, അങ്ങനെയൊന്നും അല്ല സാറേ. അതൊക്കെ ചെലവുള്ള കാര്യമല്ലേ. ഞാനൊരു അത്താഴ പട്ടിണിക്കാരനല്ലേ സാറേ. ഈ പൊട്ടിക്കാനുള്ള സാധനങ്ങൾക്ക് വലിയ വിലയാ. സാറ് വേണ്ട രീതിയിൽ വേണ്ടതുപോലെ ചെയ്ത ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ആ കുരുപ്പിനെ പൊട്ടിച്ചു തരാം. താനിപ്പോ ഒന്നും ചെയ്യണ്ട, തന്നെ ഏൽപ്പിച്ചാലേ ഒന്നും നടക്കില്ല. അയ്യോ, അങ്ങനെ പറയരുത്. ഞാൻ എല്ലാം ചെയ്യും സാറേ. ഈ കൊട്ടേഷന് സാർ എനിക്ക് അഡ്വാൻസ് തരണ്ട. ആദ്യത്തെ ബാക്കി പേയ്മെന്റ് മാത്രം തന്നാ മതി. ഞാൻ കാര്യം ചെയ്ത് കഴിഞ്ഞ് വെടിപ്പായതിനു ശേഷം സാറിന് പൈസ തന്നാ മതി. താനിനി ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞില്ലേ? ആദ്യം ഏൽപ്പിക്കുന്ന ജോലി മര്യാദക്ക് ചെയ്യാൻ പഠിക്കേ സാറേ. അപ്പോ എന്റെ ബാക്കി പൈസ? തനിക്ക് എന്തിനാടോ ബാക്കി പൈസ തരുന്നേ? ബോംബ് പൊട്ടാതിരുന്നേനോ അതോ എവിടെയോ കൊണ്ടിട്ട് ബോംബ് പൊട്ടിച്ചേനോ? അയ്യോ സാറേ, അത് എന്റെ തെറ്റല്ലല്ലോ. പിന്നെ എന്റെ തെറ്റാണോ? ശരിക്കും പറഞ്ഞാ തനിക്ക് തന്ന അഡ്വാൻസ് തിരിച്ചു വാങ്ങേണ്ടതാ. അതെന്റെ കയ്യിലില്ല സാർ. നീ ഒന്ന് മാറി നിന്നേ. ഇനി നിന്നോട് സംസാരിച്ചാലേ എനിക്ക് നിന്നെ കൊല്ലേണ്ടി വരും. ശരിക്കും കൊല്ലൂ? ചുമ്മാ പറഞ്ഞായിരിക്കും. എങ്ങനെ പറഞ്ഞോളൂ ചെയ്യൂ. ഇയാൾ എന്തൊക്കെ എന്നോട് പറഞ്ഞത്? ആ കൊച്ചിനെ കൊല്ലണമെന്ന് പറഞ്ഞ് ആ പെണ്ണിനെ കൊല്ലരുതെന്നും പറഞ്ഞു, തുറുപ്പ് ചീട്ടെന്നും പറയുന്നു. ശരിക്കും ഇയാൾക്ക് ഭ്രാന്താണോ അതോ എനിക്ക് ഭ്രാന്തായതാണോ? എന്താണിത്? എന്തിലും ആവട്ടെ, എന്തായാലും പോകാനുള്ള പൈസ പോയി.
മഹേട്ടന് ഇപ്പൊ എങ്ങനെയുണ്ട്? നിങ്ങൾ ടെൻഷൻ കൊണ്ട് ചോദിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലാവും. പക്ഷേ ഈ ചെറിയ സമയത്തിനുള്ളിൽ എന്ത് മാറ്റം സംഭവിക്കാനാണ്? അതൊന്നും മനസ്സിലാക്കാനുള്ള വിവരം ഇവൾക്കില്ലല്ലോ ഡോക്ടർ. സ്നേഹത്തിന്റെ മുന്നില് വിവരത്തിന് വലിയ സ്ഥാനമൊന്നുമില്ല. നമുക്ക് പ്രിയപ്പെട്ടവനെ എങ്ങനെയെങ്കിലും ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള ശ്രമം മാത്രമാണത്. അത് മനസ്സിലാക്കാൻ എനിക്ക് പറ്റും. ഇനി ഓപ്പറേഷൻ കഴിഞ്ഞാലേ എന്തെങ്കിലും പറയാൻ പറ്റൂ. അതുവരെ പ്രാർത്ഥിക്കുക. പിന്നെ ഓപ്പറേഷന് കുറച്ച് ബ്ലഡ് വേണ്ടി വരും. വളരെ റെയറായ AB നെഗറ്റീവാണ് മഹിയുടെ ബ്ലഡ് ഗ്രൂപ്പ്. ഇവിടുത്തെ ബ്ലഡ് ബാങ്കിൽ അത് സ്റ്റോക്ക് ഇല്ല. ഞാൻ പരിചയമുള്ള പല സ്ഥലത്തും വിളിച്ചു നോക്കി. അവിടെയെങ്ങും AB നെഗറ്റീവ് ഗ്രൂപ്പ് ഇപ്പൊ അവൈലബിൾ അല്ല. അതുകൊണ്ട് ഓപ്പറേഷൻ മുമ്പ് എങ്ങനെയെങ്കിലും ബ്ലഡ് എത്തിക്കണം. ശരി ഡോക്ടർ. ആരുടെയെങ്കിലും ബ്ലഡ് AB നെഗറ്റീവ് ആണോ? എന്റെ B നെഗറ്റീവാ. എന്റെയോ അതാ. എന്റെ A പോസിറ്റീവാ. എന്റെയും അല്ല. മഹിയുടെ അമ്മയുടെ ബ്ലഡ് ഗ്രൂപ്പ് ആയിരുന്നു AB പോസിറ്റീവ്. അതേ ഗ്രൂപ്പ് തന്നെ മഹിക്കും കിട്ടിയത്. ഞാൻ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ട്. ആരെങ്കിലും ഉടനെ കിട്ടാതിരിക്കില്ല. എന്റെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാ ഗംഗേ? അറിയില്ല മാളു, എന്റെയോ എനിക്കറിയില്ല. എന്റെ ബ്ലഡ് ഗ്രൂപ്പ് എന്താന്ന് എനിക്കറിയില്ല. പക്ഷേ അതൊന്നും നോക്കാൻ പറ്റില്ലേ? മഹേട്ടിന് വേണ്ടതാണ് എന്റെ ബ്ലഡ് ഗ്രൂപ്പ് എങ്കിൽ എന്റെ രക്തം കൊടുക്കാലോ. നിന്നോട് ആരെങ്കിലും അഭിപ്രായം ചോദിച്ചോ? മിണ്ടാതെ അടങ്ങി അവിടെ നിന്നോണം. നിന്റെ രക്തം എന്തായാലും മഹേട്ടിന് വേണ്ട. അല്ലെങ്കിൽ തന്നെ നിന്റെ ഗ്രൂപ്പ് ഒന്നും ഒരിക്കലും മാച്ച് ആവാനും പോകുന്നില്ല. ശ്രേയജി, എന്റെ ഗ്രൂപ്പ് എന്താന്ന് എനിക്ക് അറിയാത്തോണ്ടാ ഞാൻ പറഞ്ഞത്. ഒന്ന് ശ്രമിച്ചു നോക്കുന്നതില് എന്താ തെറ്റ്? അതെ, ഗംഗ പറയുന്ന ശരിയാ. ഒന്ന് നോക്കുന്നോണ്ട് എന്താ കുഴപ്പം? എന്റെ നോക്കിക്കോ. കൊച്ചുകുട്ടികൾക്കൊന്നും ബ്ലഡ് കൊടുക്കാൻ പറ്റില്ല. തൽക്കാലം നീ ഒന്ന് മിണ്ടാതിരിക്കും ആളു. ഇന്ദ്രജിത്ത് മെസ്സേജ് അയച്ചിട്ടുണ്ടെന്നല്ലേ പറഞ്ഞ്? അതിന് മറുപടി വരട്ടെ. എന്റെ ശ്രീ മഹേശ്വര, മഹേട്ടിനെ രക്ഷിക്കണേ. മഹേട്ടിന് വേണ്ട ബ്ലഡ് എത്രയും പെട്ടെന്ന് കിട്ടണേ. വേഗം ഓപ്പറേഷൻ നടന്ന് മഹേട്ടൻ സുഖം പ്രാപിക്കണേ. രക്ഷിക്കണേ ശ്രീ മഹേശ്വര. എന്റെ മഹിയേട്ടനെ എനിക്കൊന്ന് തൊടാൻ പോലും ആവുന്നില്ലല്ലോ. മഹിയേട്ട, കണ്ണു തുറക്ക് മഹിയേട്ട. ആ, എല്ലാരെയും തിരക്കിയോ? ആ ശരി. എന്തായി? ഒരു രക്ഷയില്ല. ഞാൻ പറ്റാവുന്നവരെയൊക്കെ വിളിച്ചു ചോദിച്ചു. ഒരാൾ സ്ഥലത്തില്ല. ഒരാൾക്ക് മഞ്ഞപ്പിത്തം വന്ന് മാറിയതേ ഉള്ളൂ. അങ്ങനെയുള്ളവർക്ക് ബ്ലഡ് കൊടുക്കാൻ പറ്റില്ല. ഇനി എന്ത് ചെയ്യും? അച്ഛനെ രക്ഷിക്കാൻ പറ്റില്ലേ ഗംഗേ? മോള് പേടിക്കണ്ട. ശ്രീ മഹേശ്വരൻ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും. ബ്ലഡ് കിട്ടാത്തതിന് ശ്രീ മഹേശ്വരൻ എന്ത് ചെയ്യാനാ? ചുമ്മാ കുഞ്ഞുങ്ങളെ അന്ധവിശ്വാസം പഠിപ്പിക്കാൻ വേണ്ടി ഓരോന്ന് പറഞ്ഞോളൂ. എന്തായി മോനെ, ബ്ലഡ് കിട്ടുവോ? ഒരാളെ കിട്ടി. പക്ഷേ അയാൾ ഇവിടെ എത്തുമ്പോഴത്തേക്കും വൈകുന്നേരം ആണെന്നാ പറയുന്നത്. അത്രയും നേരം ഓപ്പറേഷൻ നടത്താതിരിക്കുന്നത് റിസ്ക് ആണ്. പിന്നെ എന്ത് ചെയ്യും മോനെ? പേഷ്യന്റിനെ എത്രയും പെട്ടെന്ന് ഓപ്പറേഷന് കയറ്റണം. ബ്ലഡിന്റെ കാര്യം എന്തായി? ഡോണറെ കിട്ടിയോ? ഇല്ല, ഞങ്ങൾ എല്ലാ സ്ഥലത്തും അന്വേഷിച്ചു. അവസാനം ഒരാൾ വൈകുന്നേരം എത്തുമെന്നാ പറഞ്ഞത്. അയ്യോ, അത്രയും സമയം നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് പരിചയമുള്ള ഏതെങ്കിലും ഹോസ്പിറ്റൽ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് എടുപ്പിക്കാം. അതിപ്പോ എത്ര ദൂരെയാണെങ്കിലും അത് എടുക്കാനുള്ള ഏർപ്പാട് ഞങ്ങൾ ചെയ്തോളാം. അതൊക്കെ ഞങ്ങൾ ആദ്യമേ അന്വേഷിച്ചതാ. പക്ഷെ അടുത്തെങ്ങും AB നെഗറ്റീവ് ബ്ലഡ് കിട്ടാനില്ല. ദൂരെയുള്ള സ്ഥലത്തുനിന്ന് ഓടിയെത്താൻ സമയമെടുക്കും. അത്രയും സമയമൊന്നും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ കുടുംബത്തിലെ ആർക്ക് AB നെഗറ്റീവ് ബ്ലഡ് ഇല്ലേ? മഹിയുടെ അമ്മ AB പോസിറ്റീവ് ആയിരുന്നു. പക്ഷേ
അവളിപ്പോ ജീവനോടെ ഇല്ല. സിസ്റ്റർ, എന്റെ ബ്ലഡ് ഗ്രൂപ്പ് എന്താന്ന് എനിക്ക് അറിയില്ല. അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാമോ? അതൊന്നും വേണ്ട. മഹിയേട്ടന് ആവശ്യമുള്ള ബ്ലഡ് ഇവൾക്ക് എങ്ങനെ അറിയാന്? ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഭാഗ്യത്തിന് ഈ കുട്ടിയുടെ ബ്ലഡ് മാച്ച് ആയാൽ അത് വലിയ ഭാഗ്യല്ലേ? വേണ്ട, അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. അതെന്താ? അവൾ ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ. എന്റെ മോനെ രക്ഷിക്കാൻ സാധ്യമായ എല്ലാ വഴികളും നോക്കണം, അല്ലേ ദേവേനി? അവളുടെ ബ്ലഡ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക. ശരി, വരൂ. എന്റെ ശ്രീ മഹേശ്വര, ഗംഗയുടെ ബ്ലഡ് അച്ഛന് ചേരണേ. അച്ഛന്റെ ഓപ്പറേഷൻ വേഗം നടത്തി അച്ഛന് സുഖാവണേ. എന്റെ അച്ഛൻ പാവ ശ്രീ മഹേശ്വര. എന്റെ മഹിയേട്ടന് ഒരു ആപത്തും വരരുത്. എന്റെ മാളു, അവൾ അനാഥയാവരുത്. മഹിയേട്ടന് എന്തെങ്കിലും സംഭവിച്ച എന്റെ കുഞ്ഞിന് ആരും ഇല്ലാതാവും. ഒരമ്മയുടെ സ്നേഹം നൽകാൻ എനിക്ക് പകരം ഇപ്പോ ഗംഗ അവൾക്ക് കിട്ടി. അത് ഏതോ ജന്മപുണ്യം പോലെ എന്റെ മാളുവിലേക്ക് വന്നു ചേർന്ന മഹാഭാഗ്യമാണ്. ആ ഭാഗ്യം എന്റെ മോൾക്ക് എന്നും കിട്ടാൻ വേണ്ടിയാ ഞാൻ പ്രാർത്ഥിക്കുന്നതും പരിശ്രമിക്കുന്നതും. അതിനിടയിൽ വീണ്ടും ഒരു പരീക്ഷണം തരരുതേ. എന്റെ മോൾക്ക് അവളുടെ അച്ഛൻ കൂടെ വേണം. മഹിയേട്ടന് ഒരു ആപത്ത് സംഭവിക്കാൻ പാടില്ല. പ്ലീസ് മഹിയേട്ട, കണ്ണു തുറക്ക് മഹിയേട്ട, കണ്ണു തുറക്ക്. അയ്യോ, മഹിയേട്ടൻ ബ്ലഡ് വോമിറ്റ് ചെയ്യുന്നു. ഡോക്ടറിനെ എങ്ങനെ അറിയിക്കും? ആരെങ്കിലും വേഗം വരണേ. ഗംഗയുടെ ബ്ലഡ് AB നെഗറ്റീവ് ആയിരുന്നു. കണ്ടോ, ഗംഗ ആദ്യം മുതലേ പറഞ്ഞല്ലേ ടെസ്റ്റ് ചെയ്യാന്ന്. ഈ ശ്രേയല്ലേ സമ്മതിക്കാതിരുന്നത്? അതിന് ഞാൻ എങ്ങനെ അറിയാനാ ഗംഗയുടെ ബ്ലഡ് AB നെഗറ്റീവ് ആണെന്ന്? അതുകൊണ്ടല്ലേ ചെക്ക് ചെയ്യാന്ന് പറഞ്ഞത്. ഗംഗയ്ക്കും അറിയില്ലായിരുന്നല്ലോ. അതെ, ഗംഗമോൾ അങ്ങനെ പറഞ്ഞതും ടെസ്റ്റ് ചെയ്യാൻ തോന്നിയതും ഒരു മഹാഭാഗ്യം. ഇനി ഓപ്പറേഷൻ നടത്താൻ തടസ്സമൊന്നുമില്ലല്ലോ? ഇല്ല സർ, ഗംഗയുടെ ബ്ലഡ് എടുക്കണം. അതിനുള്ളതെല്ലാം റെഡിയാക്കിയിട്ട് ഞങ്ങൾ വിളിക്കാം. ശരി ശരി. എന്നും എന്നെ അച്ഛനെ രക്ഷിക്കാൻ എല്ലാം ചെയ്യുന്നത് ഗംഗയാ. ഇവളിതെങ്ങനെയാ കൃത്യസമയത്ത് ഇതെല്ലാം ഒപ്പിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. ഇവൾക്ക് വല്ല കൂടോത്രം ഉണ്ടോ? നമ്മൾ എവിടെയൊക്കെ അന്വേഷിച്ചു. AB നെഗറ്റീവ് ബ്ലഡ് ഇത്രയും അടുത്ത് ഇങ്ങനെ നിന്ന കാര്യം നമ്മൾ അറിഞ്ഞില്ലല്ലോ. ഈ ലോകം മുഴുവൻ അന്വേഷിച്ചു. അതെ, വല്ലാത്തൊരു സംഭവിക്കലായി പോയി. എന്നാലും മഹിക്ക് ബ്ലഡ് കൊടുക്കാൻ ഒടുവിൽ ഗംഗ തന്നെ വേണ്ടി വന്നു. ഇതെല്ലാം ഈശ്വരന്റെ തീരുമാനമാവും. അതെ, അച്ഛനെ രക്ഷിക്കാൻ ശ്രീ മഹേശ്വര ഒരു വഴി കണ്ടിട്ടുണ്ടാവൂന്ന് ഗംഗ പറഞ്ഞപ്പോ ഗംഗ അന്ധവിശ്വാസം പറയുകയെന്ന ശ്രേയ പറഞ്ഞത്. എന്നിട്ടിപ്പോ എന്തായി? അതൊന്നും അന്ധവിശ്വാസം അല്ലെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ശ്രേയ ആ സമയത്ത്
അറിയാതെ എന്തോ പറഞ്ഞു പോയതാ. ഇനി അതെവിടെ വച്ച് വിചാരണ ചെയ്യാനൊന്നും നിൽക്കണ്ട. നമുക്ക് മഹിയെ രക്ഷിക്കാനുള്ള വഴി ഈശ്വരൻ കാണിച്ചു തന്നല്ലോ, അതോർത്ത് സന്തോഷിക്ക്. അതെ, ആദ്യം ഓപ്പറേഷൻ ഒന്ന് നടക്കട്ടെ, ബാക്കിയൊക്കെ പിന്നെ. ഹലോ. ഹലോ, വിശേഷങ്ങളൊക്കെ അറിഞ്ഞോ? കുറെ കാര്യങ്ങളൊക്കെ ന്യൂസ് കേട്ടു. സോഷ്യൽ മീഡിയയിലൊക്കെ കുട്ടികൾക്ക് വേണ്ടി ഹാഷ്ടാക്കിയിട്ട് കണ്ടിരുന്നു. കുട്ടികളൊക്കെ രക്ഷപ്പെട്ടു എന്നാണല്ലോ ഒടുവിൽ അറിഞ്ഞത്. ഞാൻ തന്നെ അങ്ങോട്ട് വിളിക്കാനിരിക്കായിരുന്നു. എന്നിട്ട് എന്താ വിളിക്കാതിരുന്നേ? രാഹുല് ഏത് സിറ്റുവേഷൻ ആണെന്ന് എനിക്ക് അറിയില്ലല്ലോ, അതാ പിന്നെ വിളിക്കാതിരുന്നേ. മാളു രക്ഷപ്പെട്ടു എന്നുള്ളത് ഗോകുലിനൊരു സന്തോഷ വാർത്തയാണ്. പക്ഷെ അതിൽ കൂടുതൽ സന്തോഷം തരുന്ന മറ്റൊരു കാര്യം പറയാനാ ഞാനിപ്പോ വിളിച്ചത്. അതെന്താ? കുട്ടികളെ രക്ഷിക്കുന്നതിനിടയിൽ മഹിക്ക് അപകടം പറ്റി. സംഭവം കുറച്ച് ക്രിട്ടിക്കലാണ്. ഹലോ. ഹലോ. അല്ല, എന്തു പറ്റി? സൗണ്ട് ഒന്നും കേൾക്കുന്നില്ല. ഞാൻ സൈലന്റ് ആയിട്ടൊന്ന് സന്തോഷിച്ചതാ. സന്തോഷിച്ചോ? ഇനിയിപ്പോ കോടതിയും കേസൊന്നും ആവശ്യമില്ല, നേരിട്ട് മാളുവിനെ ഏറ്റെടുക്കാം. നിങ്ങളുടെ പ്രതികാരം ഈശ്വരനായിട്ട് തീർക്കുകയും ചെയ്തു, അതും ലാഭം. നീ ഇപ്പൊ എവിടെയാ? ഹോസ്പിറ്റലുണ്ടോ? ഇല്ല, ഞാൻ പുറത്താ. ശരി, നീ ഹോസ്പിറ്റലിലേക്ക് വാ, ഞാനും അങ്ങോട്ട് എത്താം. നമുക്ക് ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. എന്ത് കാര്യം? അതൊക്കെ വന്നിട്ട് ഞാൻ നേരിട്ട് പറയാം. ശരി. ചേട്ടാ, ഇവിടെ ഉണ്ടായിരുന്നവരൊക്കെ എവിടെ? മഹി എന്ന് പറഞ്ഞ പേഷ്യന്റ് കൂടെ ഉള്ളവരാണ്. അതെ. അവര് കുറച്ചുപേര് ക്യാൻറ്റീനിലോട്ട് പോയി, ബാക്കി രണ്ടുപേര് ഹലോ. അയ്യോ, മഹേട്ടിന് വയ്യായിക കൂടുതലാണല്ലോ, അകത്താരും കാണുന്നുമില്ല. എന്റെ ശ്രീമഹേശ്വര, മഹേട്ടിനെ രക്ഷിക്കണേ. എത്രയും പെട്ടെന്ന് ഡോക്ടറിനെ വിളിക്കണം. ഡോക്ടർ, സിസ്റ്റർ, സിസ്റ്റർ, ഡോക്ടർ, ആരെങ്കിലും. എങ്ങോട്ടാ ഈ ഓടുന്നേ? അവിടെ മഹേട്ടൻ. അവിടെ മഹേട്ടനോ? മഹേട്ടൻ ഐസിയുവിൽ കിടക്കുമല്ലേ, അതിനിങ്ങനെ ഷോ കാണിച്ച് ഓടുന്ന എന്തിനാ? ആരെ കാണിക്കാനാടി നിന്റെ അഭിനയം? ശ്രേച്ചി, മഹേട്ടന് തീരെ വയ്യ. പെട്ടെന്ന് ഡോക്ടേഴ്സ് ആരെങ്കിലും വന്നില്ലെങ്കിൽ മഹേട്ടന് എന്തെങ്കിലും ആപത്ത് സംഭവിക്കും. നീ ആരാന്നാടി നിന്റെ വിചാരം? ഇവിടുത്തെ ഡോക്ടറിനേക്കാൾ വിവരം നിനക്കാണെന്നുള്ള രീതിയിലാണല്ലോ നിന്റെ സംസാരം. ഒന്നും അറിയാതെയാണോ ഓപ്പറേഷന്റെ സമയം തീരുമാനിച്ച് അവര് മഹേട്ടനെ അവിടെ കിടത്തിയിരിക്കുന്നത്? അതെ, ഇതിനിടയിൽ അവരെന്ത് പഠിപ്പിക്കാനാ നീ ഇതിൽ വിളിച്ചു കൂവി ഓടുന്നത്? ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക് ശ്രേച്ചി, സത്യമായിട്ടും മഹേട്ടന് തീരെ വയ്യ. അവിടെ എങ്ങും ഡോക്ടേഴ്സിനെ കാണുന്നില്ല. അവരെന്തെങ്കിലും ആവശ്യത്തിന് അപ്പുറത്തേക്ക് മാറിയതായിരിക്കും. ഞാൻ അവരൊന്നും അറിയിച്ചോട്ടെ. ശ്രേയ പറഞ്ഞതുപോലെ നിന്റെ നാടകം മതിയാക്ക് ഗംഗേ. നീ പുറത്തേക്ക് പോ. ഞാനിതൊന്ന് ഡോക്ടറിനോട് പറഞ്ഞോട്ടെ. നീ ഒന്നും പറയണ്ട. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞോളാം. സിസ്റ്റർ, ആരെങ്കിലും ഒന്ന് പെട്ടെന്ന് ഐസിയുലേക്ക് ചെല്ലണം. മഹേട്ടിന് തീരെ സുഖമില്ല, ശ്വാസം മുട്ടുന്നത് പോലെ. ഒന്ന് രക്ഷിക്കണം പ്ലീസ്. നിക്കടി അവിടെ. നീ എന്തിനാടി എന്നെ തള്ളിയിട്ടിട്ട് പോയത്? ഞാൻ എന്ത് നിന്റെ വേലക്കാരിയാണെന്ന് വിചാരിച്ചോ? നീ ഈ പറയുന്ന മഹേട്ടിന്റെ ഭാര്യ ആവേണ്ടവളാ ഞാൻ. എന്നെ മറികടന്ന് ഒരു സ്വാതന്ത്ര്യവും നീ മഹേട്ടിന്റെ അടുത്ത് എടുക്കണ്ട. ഇപ്പൊ ഇറങ്ങിക്കോണം ഇവിടുന്ന്. ശരിയാ, ഇനി നീ ഇവിടെ നിൽക്കണ്ട. വെറുതെ ഷോയും കരച്ചിലും ഓട്ടോ ഒക്കെയായി കൈലാസം വീട്ടിലുള്ളവരുടെ വില കളയാൻ വേണ്ടി നീ ഇവിടെ നിൽക്കണ്ട. ഇപ്പൊ ഇറങ്ങിക്കോ. അവരെല്ലാം ക്യാൻറ്റീനിൽ പോയിരിക്ക.
മോള് വന്ന പിന്നെ ഇവളെ ഇറക്കി വിടാൻ സമ്മതിക്കില്ല. ഇറങ്ങടി അങ്ങോട്ട്. ഇറങ്ങിപ്പോടി. എന്നെ ഇപ്പൊ പറഞ്ഞയക്കല്ല ശ്രേയച്ചി. ഞാൻ മഹേട്ടന്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് മഹേട്ടന് സുഖമായിട്ട് പോയിക്കോളാം. വേണ്ട, എന്റെ മഹേട്ടന്റെ ജീവൻ രക്ഷിക്കാനാ നിന്നോട് ഇവിടുന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞത്. പോകാൻ പറഞ്ഞ പൊക്കോണം. അതിന് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ ശ്രേയച്ചി എന്നോട് ഇങ്ങനെ പെരുമാറുന്നത്? മഹേട്ടനെ രക്ഷിക്കാൻ എന്റെ ജീവൻ പോലും കളയാൻ ഞാൻ തയ്യാറാ. എന്നാ പിന്നെ നീ ആദ്യം അത് ചെയ്. നീ നിന്റെ ജീവൻ അങ്ങ് കളഞ്ഞേക്ക്. മഹേട്ടന് അങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടോട്ടെ. മഹേട്ടനൊന്നും സംഭവിക്കില്ല ശ്രേയച്ചി. ശ്രീ മഹേശ്വരൻ കാത്തോളും, അതെനിക്ക് ഉറപ്പാ. നീ ഇനി ഒരിക്കൽ കൂടി എന്റെ മുന്നിൽ നിന്ന് ശ്രീ മഹേശ്വരൻ എന്ന് പറഞ്ഞാ നിന്റെ മുഖം പിടിച്ച് ഞാൻ ഭിത്തിയിൽ വരയ്ക്കും. ഒന്ന് ഇറങ്ങി പോടി. അതെ, ഇവിടെ ഇനി ഇതിന്റെ അകത്ത് കയറ്റി പോരുത്. കയറ്റിയാ തനിക്ക് ഈ ഹോസ്പിറ്റലിൽ ജോലി ഉണ്ടാവില്ല. മോളെ, എന്റെ ജോലി കളയിക്കരുത്. അവരൊക്കെ വലിയ വലിയ ആൾക്കാരായിരിക്കും. MD യോ GM ഒക്കെ പരിചയം ഉണ്ടെങ്കിൽ അത് മതി എന്റെ കഞ്ഞികൂടി മുട്ടാൻ. മോള് പൊക്കിയോടുന്നു.